രണ്ട് കാര്യങ്ങളാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചേർത്ത് വെക്കേണ്ടത്. നമ്മളെല്ലാവരും പെട്ടെന്ന് കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർ. എന്ത് കാര്യമായാലും ഉടനെ ആ സമയത്ത് കിട്ടിക്കഴിഞ്ഞ സന്തോഷം. കാരണം ഈ കാലഘട്ടം അങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഉടനെ ഒരു ഞെക്കിൽ നമുക്ക് നമ്മുടെ സ്ക്രീൻ കാണാൻ പറ്റും. ഒരു ടച്ച് ചെയ്യുമ്പോഴേക്കും ഗൂഗിൾ മുഴുവൻ നമുക്ക് കിട്ടുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് മക്കളൊക്കെ വിചാരിക്കുന്നത്. പ്രാർത്ഥനയും അതുപോലെ തന്നെയാണ്. വിശുദ്ധ കുർബാന എടുത്ത് വന്ന് ഒരു ഞെക്കി കഴിഞ്ഞാൽ അപ്പോഴേക്കും കർത്താവ് മുകളിൽ നിന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ ഉള്ളിൽ കിടക്കണം. എന്നാൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതി എന്ന് മനസ്സിലാക്കണം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പതുക്കെ ദൈവം തരും. ആ തരുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ചേർത്ത് വെക്കുന്നത്. ഒന്നാമതായിട്ട് എന്തോ ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമാക്കാൻ കർത്താവ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്തോ ഒരു ദൈവിക പദ്ധതി. സക്കറിയയും അതുപോലെ എലിസബത്തും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു കുഞ്ഞിന് വേണ്ടി. സക്കറിയ പുരോഹിതനാണ്, എലിസബത്ത് അവരെക്കുറിച്ച് കൃത്യമായിട്ട് വചനം പറയുന്നുണ്ട്. അവർ നീതിനിഷ്ഠരാണ്, വചനം പാലിക്കുന്നവരാണ്, ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരാണ്. എന്നിട്ടാണ് അവർക്ക് വൈകിപ്പോയതെന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമാക്കാൻ കർത്താവ് ആഗ്രഹിച്ചത് കൊണ്ടാണ് അവർക്ക് നേരം വൈകേണ്ടി വന്നത്. നമ്മളൊക്കെ അത് തന്നെയാണ്. എന്തോ ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമാക്കാൻ ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യേശു ജനിച്ച് കഴിഞ്ഞ് ആ മകനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നത് സ്ത്രീകളിൽ നിന്ന് ഏറ്റവും ഉയർന്നവനാണെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. ആ വാക്കുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? മാതാപിതാക്കളെ കുറിച്ചാണ് അർത്ഥമാക്കുന്നത്. മാതാപിതാക്കള് ഏറ്റവും വലിയ മഹത്വപ്പെടുകയാണ് ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമായി. ആ കുഞ്ഞിലൂടെ ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമായി കാത്തിരുന്നത് കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തില് ചില പ്രാർത്ഥനകൾ താമസം വരുമ്പോൾ ദൈവത്തോട് പരാതിപ്പെട്ട് ദൈവത്തോട് വഴിചാരി ഓടിപ്പോകാതെ എന്തോ ഒരു പദ്ധതി എന്നിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് എന്നൊന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു ബോധ്യം ഉണ്ടാകണം. രണ്ടാമതായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ നന്മയല്ല കർത്താവ് തന്നെ ആഗ്രഹിക്കുന്നത്. വലിയൊരു കാര്യം തരാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊന്ന് സമ്മതം മൂളിക്കൂടെ എന്നുള്ളതാണ്. ഒരു കുഞ്ഞിനെയാണ് ആ മാതാപിതാക്കൾ ആഗ്രഹിച്ചത്. എന്നാൽ യേശു ആഗ്രഹിച്ചത്, ദൈവം ആഗ്രഹിച്ചത് ഒരു ചെറിയ കുഞ്ഞിനെയല്ല, ദൈവത്തിന് വഴിയൊരുക്കുന്ന ഒരു മകനെ. ആ കാത്തിരുന്നത് കൊണ്ടല്ലേ ഈ വചനത്തിൽ തന്നെ ആ മകനെ കുറിച്ച് പറയാൻ കാരണം. ഇന്ന് ഈ സുവിശേഷ പ്രഘോഷണത്തിൽ അല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ ഇപ്പോഴും ആ മകനെ കുറിച്ച് പറയാൻ കാരണം അതുകൊണ്ടല്ലേ. ഒരു ചെറിയ നന്മ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ നന്മയായിരിക്കാം, നമ്മളുടെ മനസ്സുകൊണ്ടതായിരിക്കും. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് വലിയൊരു കാര്യം അതിലൂടെ നടക്കാനുണ്ട് എന്നുള്ളത്, വലിയൊരു അനുഗ്രഹം അതിലൂടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ദൈവത്തിന് ആ വലിയൊരു നന്മ, ദൈവം ആഗ്രഹിക്കുന്ന വലിയൊരു നന്മ എന്നിലൂടെ നടക്കണമെങ്കിൽ നീ ദൈവത്തിന് വിട്ടുകൊടുക്കണം എന്നുള്ളതാണ്. പ്രാർത്ഥന വൈകുമ്പോൾ പ്രാർത്ഥന നിർത്താതെ എൻ്റെ ദൈവത്തിലെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക. എന്തോ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ദൈവിക പദ്ധതി, രണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, അതിനേക്കാളും വലിയൊരു നന്മ കർത്താവ് എന്നിലൂടെ നടത്താൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കാം.